ശ്രീ തിരുവഞ്ചൂർ ഇപ്പോൾ 24 പുറത്തു കൊണ്ടുവരുന്ന വാർത്ത അത് ഇന്നിപ്പോൾ കോടതിയിൽ SIT സമർപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളാണ്. അതായത് വലിയ ഗൂഢാലോചന ശബരിമലയിൽ നടന്നിട്ടുണ്ട്. സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് 3 പേരാണ് പ്രധാനമായും ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ചേർന്നാണ് എന്ന് പറയുകയാണ്. ഗോവർദ്ധന്റെ വാദം താങ്കൾക്കറിയാവുന്നതുപോലെ താനൊരു സ്വർണ്ണ വ്യാപാരിയാണ്, പലയിടത്തുനിന്നും സ്വർണം കിട്ടും, പക്ഷേ ഇത് ശബരിമലയിൽ നിന്നാണ് എന്നതറിഞ്ഞപ്പോൾ താൻ പ്രായശ്ചിത്തം ചെയ്തു, കുറേ സ്വർണവും പണവും ഒക്കെ തിരിച്ചു നൽകി എന്നൊക്കെ പറയുമ്പോഴും ഏറ്റവും പ്രധാനമായി SITയുടെ കണ്ടെത്തൽ ആ പണം നൽകിയത് ദേവസ്വം ബോർഡിനല്ല, എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പേരിലേക്കാണ് എന്നൊക്കെയുള്ളതാണ്. കൂടാതെ മറ്റ് സ്വർണ്ണ ഉരുപ്പടികൾ കവർച്ച ചെയ്യാനുള്ള ആസൂത്രണം അതും ഈ 3 ആളുകളും ചേർന്ന് നടത്തി എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവത്തിലുള്ള കവർച്ചയാണ് അവിടെ നടക്കാൻ ഇവർ നീക്കം നടത്തിയത്, ഒപ്പം തന്നെ ഇതിനോടകം തന്നെ നടന്നത് എന്നതിന്റെ വിവരങ്ങൾ ഓരോന്നായി ചുരുൾ അഴിയുകയാണ്. ശ്രീ തിരുവഞ്ചൂർ, വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള ഒരു കോൺസ്പിറസിയാണ് അവിടെ നടന്നിട്ടുള്ളത്. വളരെ വിപുലമായ ഒരു കൂട്ടുകൊള്ള. ആ കൂട്ടുകൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തവരുടെ അതിന്റെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്. അതിനെല്ലാം താങ്ങും തണലും കൊടുത്തിട്ടുള്ള ആളുകളുണ്ട്. അവരെല്ലാം ഇതിന്റെ വലയത്തിൽ എത്തിയെങ്കിലേ ഈ കേസ് കൃത്യമായി തെളിയത്തുള്ളൂ. ഇപ്പൊ ഇതിൽ പല ആളുകൾ ഈ വലയത്തിന് പുറത്തു നിൽക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ടാണ്. രാഷ്ട്രീയ സ്വാധീനമാകാം, വ്യക്തിബന്ധങ്ങളാകാം, അങ്ങനെ പല സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ആ വലയത്തിന് പുറത്തു നിൽക്കുന്നത്. പക്ഷേ അവരെ കൂടി ഈ വലയത്തിനകത്ത് ചേർക്കത്തക്ക വിധത്തിലായിരിക്കണം ഈ എക്സ്റ്റെൻസീവായിട്ടുള്ള ഗൂഢാലോചന എന്ന് പറയുന്ന കോൺസ്പിറസിയെ കുറിച്ചുള്ള അന്വേഷണം. ആ അന്വേഷണം മുന്നോട്ട് പോകണം. മാത്രമല്ല, അന്വേഷണം നടത്തുന്നതിന് തീരുമാനമെടുത്താൽ മാത്രം പോലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ പലരുണ്ട്. അവര് കൂട്ടുത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കേസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഒരുമിച്ചല്ല പോയി അന്വേഷണം നടത്തുക, ഒരു വ്യക്തിയായിരിക്കും അന്വേഷണം നടത്തുക. അപ്പൊ അതുകൊണ്ട് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഫിക്സ് ചെയ്യണം. അത് എന്ത് കാര്യങ്ങളാണ് അവർ ചെയ്തത് എന്നുള്ളത് ബഹുജന സമൂഹത്തിന് മുമ്പിൽ എത്തിക്കണം. അതിന് പറ്റത്തക്ക വിധത്തിലുള്ള ശാസ്ത്രീയമായ അന്വേഷണമാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ഇതിന്റെ കറക്റ്റായിട്ടുള്ള ഈ ഗൂഢാലോചന കണ്ടെത്തണമെന്നുവരികിൽ ആ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആളുകളാര്, അതെവിടെ വെച്ച് എന്നുള്ളത്, അതെല്ലാം സത്യം പറഞ്ഞാൽ ഈ ടവർ ലൊക്കേഷൻ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും.